നമസ്കാരം. 2026 എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്നതുപോലെ വലിയ വാശിയേറിയ പോരാട്ടത്തിൻ്റെ ഒരു വേദിയായി മാറാൻ പോവുകയാണ്. അതിൽ തന്നെ രണ്ട് മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുള്ള ഉറപ്പുള്ള മണ്ഡലങ്ങൾ പലതുമുണ്ടെങ്കിലും ആരുടെ ഒപ്പം നിൽക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത, ഇപ്പോഴും സമ്പൂർണ്ണമായ അനിശ്ചിതത്വം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ത്രികോണ പോരാട്ടം എല്ലാ അർത്ഥത്തിലുമുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളെ നമ്മൾ മൊത്തത്തിലെടുത്താൽ ഒരു 20-30 മണ്ഡലങ്ങൾ അക്കാര്യത്തിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് വിശകലനം ചെയ്ത് 20 മണ്ഡലങ്ങളെ കണ്ടെത്തി ആ മണ്ഡലങ്ങളുടെ സാധ്യതകൾ എന്താണ്, അവിടെ ഓരോ മുന്നണിയും വെച്ച് വരുത്തുന്ന പ്രതീക്ഷ എന്താണ്, അതിന് അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ എന്തായിരിക്കാം, അടിയൊഴുക്കുകൾ എന്താണ്, അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഘടകങ്ങൾ എന്താണ്, അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അജണ്ട ആരായിരിക്കും ഫിക്സ് ചെയ്യുക, ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പരിപാടിയാണ് 2026. സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന, അനിശ്ചിതത്വം നിറഞ്ഞ പോരാട്ടം നടക്കുന്ന, അപ്രവചനീയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ കഥയെടുത്താൽ അതിലൊരുപക്ഷെ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന പേരുകളിലൊന്ന് തിരുവനന്തപുരത്ത് നേമമായിരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മത്സരം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP ആദ്യമായിട്ട് കേരളത്തിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമെന്ന ചരിത്രം അതിന് അവിടെ ഉണ്ട്. LDFനും വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു. അവരാണ് ഇവിടെ സിറ്റിംഗ് MLA ശിവൻകുട്ടിയാണ് അവിടെ നിന്നുള്ള പ്രതിനിധി. കോൺഗ്രസും അവിടെ വലിയ ഫൈറ്റ് കൊടുത്ത, അല്ലെങ്കിൽ ആ മണ്ഡലം തന്നെ കയ്യിൽ വെച്ച പാരമ്പര്യമുള്ള പാർട്ടിയുമാണ്. അപ്പോൾ നിയമം വഴി ഇതുവഴി വീണ്ടും അക്കൗണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. അവർ തിരുവനന്തപുരത്ത് മറ്റ് പല മണ്ഡലങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കുന്നുമുണ്ട്. നിയമത്തിൻ്റെ സാധ്യതകൾ എന്താണ്? നിയമത്ത് വീണ്ടും BJP അക്കൗണ്ട് തുറക്കുമോ? അവിടെ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ, അതായത് കോർപ്പറേഷനിലെ ലോക്കൽ ബോഡി ഇലക്ഷനിലെ കണക്കുകൾ എടുത്ത് കൂട്ടി വെച്ച് നോക്കിയാൽ നിയമത്ത് BJPക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുകൂടി കാണാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിയമത്തെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളത് SA അജിംസാണ്. അജിംസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP പ്രതീക്ഷ വെക്കുന്ന ഒന്നിലധികം മണ്ഡലങ്ങളുണ്ട്. അതിൽ BJPക്ക് ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടെ പ്രതീക്ഷ വയ്ക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് നേമം. അതിനിപ്പോൾ ഏറ്റവും അവസാനത്തെ അവരുടെ കോൺഫിഡൻസ് വെച്ചാൽ ലോക്കൽ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റമാണ്. 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് കേരളത്തിൽ പലയിടത്തും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്നാൽ 2014 മോദി വരുന്നതിന് മുൻപ് തന്നെ BJP വലിയ കുതിപ്പുണ്ടാക്കുകയും അടിത്തറ ഉണ്ടാക്കുകയും ഗ്രാജ്വൽ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്ത മണ്ഡലമാണ് നേമം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ശുഭവിശ്വാസത്തോടെ അവിടെ പോയി മത്സരിക്കുന്നതിൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, BJPയെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ട മണ്ഡലമാണ് നേമം. അതിൻ്റെ കാരണം 2000 തൊട്ട് കഴിഞ്ഞു പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 22-24 വാർഡുകളാണ്. അത് 2008-09 നടന്ന 8-9 കാലത്ത് നടന്ന ഈ മണ്ഡല പുനർനിർണ്ണയത്തിൽ അതിലുണ്ടായിരുന്ന കുറേയധികം മണ്ഡലങ്ങൾ കാട്ടാക്കടയിലേക്ക് പോയി. അപ്പോൾ അത് പൂർണ്ണമായും കോർപ്പറേഷൻ പരിധിയിലുള്ളൊരു മണ്ഡലമാണ് നേമം ഇപ്പോൾ. അപ്പോൾ നേമത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറി. ഇപ്പോൾ ഈ നേമത്തുള്ള നേമം അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന കോർപ്പറേഷൻ വാർഡുകളിൽ 17 വാർഡുകളും BJPയുടെ കയ്യിലാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായും BJP തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ശക്തി. മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കാൻ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ അസംബ്ലി മണ്ഡലമാണ് നേമം എന്നുകൂടി കാണണം. അത് ചെറിയ ഭൂരിപക്ഷമല്ല, 20,000 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ അതൊരു ആത്മവിശ്വാസം നൽകും, BJPക്ക് ആത്മവിശ്വാസം നൽകും. മറ്റൊന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നിയമം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി K. മുരളീധരൻ വന്ന് മത്സരിച്ചു. K. മുരളീധരൻ വന്ന് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് കുമ്മനത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ശിവൻകുട്ടി ഒരു വലിയ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തിയില്ലെങ്കിലും ശിവൻകുട്ടിയുടെ വോട്ട് കുറഞ്ഞിട്ട് പോലും ശിവൻകുട്ടി ജയിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ കുമ്മനത്തേക്കാൾ അപ്പീലിംഗ് ഉള്ള നേതാവാണോ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനേക്കാൾ കൂടുതൽ, കുമ്മനം രാജശേഖരനേക്കാൾ കൂടുതൽ വോട്ട് നേടി എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ കുറേ കൂടി ജനപ്രീതി ഉണ്ടോ തിരുവനന്തപുരത്ത് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാവും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമാണ്, അതല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടി അത് പ്രതിഫലിക്കുമെന്ന് നോക്കണം. മറ്റൊന്ന്, കോൺഗ്രസ് ആരെ നിർത്തും എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ശിവൻകുട്ടി ആദ്യം പറഞ്ഞ് ഞാൻ ഇവിടെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററിനെ തിരുത്തി. പാർട്ടി സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങിയിട്ടില്ല, ശിവൻകുട്ടി എന്താ അർത്ഥത്തിൽ അത് പറഞ്ഞതെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ ശിവൻകുട്ടി പറഞ്ഞു അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നും പറയുകയും ചെയ്തു. പക്ഷേ ശിവൻകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും നിർത്തി, ഒരു പുതുമുഖത്തെയോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഒരാളെ നിർത്തി ഭാഗ്യം പരീക്ഷിക്കാൻ CPM തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശിവൻകുട്ടിയോളം അവിടെ ജനപിന്തുണയുള്ള മറ്റൊരു നേതാവില്ല, ജയസാധ്യതയുള്ളൊരു നേതാവില്ല. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് തന്നെയായിരിക്കും
സാധ്യത കൂടുതൽ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാവും വരുന്നു, കോൺഗ്രസ് ഒരാളോട് പരീക്ഷിക്കുന്നു, ഇപ്പോൾ അവിടെ നമ്മുടെ ശബരിനാഥിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഏറ്റവും പോപ്പുലർ സ്ഥാനാർത്ഥി, ഏറ്റവും ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥി ശിവൻകുട്ടി തന്നെയായിരിക്കും. ശിവൻകുട്ടി അല്ലാതെ CPM ഇപ്പോൾ അവിടെ വേറെ ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൈനോറിറ്റി മുസ്ലിം പോക്കറ്റ്സ് ഉള്ള മണ്ഡലവും കൂടിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM ഭയപ്പെടുന്ന ഒരു ഘടകമുണ്ട്. പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭയപ്പാട് CPM സംബന്ധിച്ചുകൊണ്ട്. അത് ഈ ലോക്കൽ ബോഡിയിലും കഴിഞ്ഞ ലോക്സഭയിലെല്ലാം അവർ കാണുകയും ചെയ്ത ഒന്നാണ്. അതങ്ങനെ വീശി അടിക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും CPM സംബന്ധിച്ച്, ലെഫ്റ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ അത് നിയമത്ത് അങ്ങനെ പ്രവർത്തിക്കണമെന്നില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ മുസ്ലിം മൈനോറിറ്റിക്കും അങ്ങനെ അപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല, നേതാവല്ല അദ്ദേഹം ഈ കാലത്ത് സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടുകൾ, ഇപ്പോൾ CPM കുറിച്ചും അതിൻ്റെ ഭരണ നയങ്ങളെക്കുറിച്ചും അതിൻ്റെ സംഘപരിവാറിനോടുള്ള വിട്ടുവീഴ്ച പ്രശ്നത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനമുള്ളപ്പോഴും ശിവൻകുട്ടി ഒരു ഒറ്റത്തുരുത്തായി നിന്നു എന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ ആ ഹിജാബ് വിവാദം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ PMCയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഒരു നിലപാടെടുത്തതിനെ ആൾക്കാർ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കാണുമ്പോഴും ശിവൻകുട്ടി അതിനകത്ത് പൂർണ്ണമായ ആൾക്കാർ ചേർത്ത് നിർന്നില്ല. ശിവൻകുട്ടി അതിൽ അറിയാതെ കളിച്ചു എന്നാണ് വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് മുസ്ലിം മൈനോറിറ്റിക്കിടയിലുള്ള സ്വീകാര്യത ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള O രാജഗോപാലിനെ വിജയിപ്പിച്ചു. പക്ഷേ MLAയുടെ അസാന്നിധ്യം അവിടുത്തെ മനുഷ്യന്മാർ ശരിക്കും അനുഭവിച്ചാണ്. വിളിച്ചാൽ വരാൻ ആരുമില്ല. പിന്നെ ശിവൻകുട്ടി വന്നപ്പോൾ ആൾക്കാർ ആ ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ശിവൻകുട്ടിയാണെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ എപ്പോഴും റെഡിയാണ്, ഏത് കാര്യത്തിനും ഇടപെടുന്ന ആളാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഒരു പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയാണ് അവിടെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ശിവൻകുട്ടിക്ക് നല്ല മത്സരം കൊടുക്കാൻ പറ്റുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ സർക്കാരിലെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള, തുടക്കത്തിലൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടെങ്കിൽ, ഏറ്റവും വിസിബിലിറ്റി ഉള്ള, ഏറ്റവും പോപ്പുലർ ഒരു മിനിസ്റ്റർ, മികച്ച മന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രി നിലയ്ക്കുള്ളതിൻ്റെ വകുപ്പിന് പുറത്തേക്കും വകുപ്പിനകത്ത് ഒരു വിഭാവന ശേഷിയോടെ വകുപ്പിനെ നയിക്കുന്നതിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ അത് ഈ നിയമത്തൊരു പ്രധാനപ്പെട്ട ഘടകമാകും. അതിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലാണ്, അവിടെ കോൺഗ്രസ് ആരെ കൊണ്ടുവരുന്നു, കോൺഗ്രസിൻ്റെ ഒരു വീക്കർ കാൻഡിഡേറ്റ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരനെ ചിരിക്കാനുള്ള മൊമെൻ്റ് ആയിരിക്കും. ഇപ്പം നേമം സജീർ എന്നൊക്കെയുള്ള പേരൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്താനൊക്കെ കോൺഗ്രസ് തീരുമാനിക്കുന്നത് കരുതുക, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടിൻ്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാവുകയും അത് ചിതറിപ്പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇപ്പോൾ ശബരിനാഥനൊക്കെ വന്നാൽ തന്നെയും CPM-നും ലെഫ്റ്റിനും അവിടെ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 35 to 40 ഒക്കെ വേണമെങ്കിൽ ലെഫ്റ്റിന് ഉറപ്പിക്കാൻ കഴിയുന്ന വോട്ടുണ്ട്. കഴിഞ്ഞ തവണ തേർഡ് പൊസിഷനിൽ വന്ന പോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഇത്തവണയും BJPയെ സംബന്ധിച്ച് പ്രയാസപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം. പക്ഷേ ഈ പ്രശ്നം അവിടെ ഉണ്ട്, കോൺഗ്രസിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമില്ല. മുരളീധരൻ എന്തായാലും ഇല്ല, തരൂരൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആരെ മത്സരിക്കുന്ന അവൈലബിലിറ്റി ഇഷ്യൂ കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അപ്പാടെ തകർന്നുപോയ ഒരു മണ്ഡലമാണ് നേമം. അത് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം N ശക്തൻ കാട്ടാക്കടയിലേക്ക് മാറുന്നു. കാട്ടാക്കടയിൽ മാറി പിന്നെ വന്ന് 2 ഘടകകക്ഷികളാണ്, SJDയും JDUവും. രണ്ടുപേരും വന്ന് മത്സരിച്ചു, വൻതോതിൽ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ട് BJPയിലേക്ക് പോയി. വളരെ വ്യക്തമാണ് അവിടെ. LDFൻ്റെ വോട്ട് നോക്കുക, അത് ഒരിക്കലും 50,000-ന് താഴേക്ക് പോകുന്നില്ല. അത് അവർക്ക് കോൺസ്റ്റൻ്റായിട്ട് തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും കോൺസ്റ്റൻ്റായിട്ട് ആ വോട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയ വേരിയേഷനേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെമോഗ്രഫി കൂടി നോക്കുക. നിയമമണ്ഡലത്തിൽ 67% ഹിന്ദു വോട്ടുകളുണ്ട്. 67% ഹിന്ദു വോട്ടുകൾ, ഒരു 18% മുസ്ലിം വോട്ട്, 15% ക്രിസ്ത്യൻ വോട്ടുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകളുടെ ഒരു പ്രശ്നം അത് വളരെ പെട്ടെന്ന് എൻ ബ്ലോക്കായിട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്യുക, BJP ജയിക്കാതെ നോക്കുക എന്നുള്ളതായിരിക്കും മുസ്ലിം വോട്ടിൻ്റെ ഒരു ബിഹേവിയർ. അവിടെ ഒരു മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നോക്കുക, കഴിഞ്ഞ തവണ K മുരളീധരൻ വന്ന് മത്സരിച്ച് K മുരളീധരൻ 2016 ഒരു 20,000 വോട്ട് വർദ്ധിപ്പിച്ചു. 20,000 വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും മുമ്പ് കോൺഗ്രസിൻ്റേതായിരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയത് അതിന് തിരികെ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടും അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, BJPയുടെ ജയസാധ്യത അവിടെ കുറയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസ് അവിടെ ആരെ മത്സരിപ്പിക്കണമെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട്. ആരെ മത്സരിപ്പിക്കണം, എങ്ങനെയുള്ള സ്ഥാനാർത്ഥിയായിരിക്കണം എന്നുള്ളത് 2021 തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമോ, ഈ 2 മുന്നണികളെയും മറികടന്ന് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം അത് മൊത്തം സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഒരു വോട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരമോ ശബരിമല ഇഷ്യൂ ഒക്കെ മൂലമുണ്ടാകുന്ന വലിയൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ നേമത്ത് കോൺഗ്രസ് ജയിക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ അതൊരു തരംഗമായിരിക്കും കേരളത്തിൽ. നേമത്ത് കോൺഗ്രസ് അടുത്ത തവണ ജയിക്കുകയാണെങ്കിൽ അത് കേരളം ഒട്ടാകെ ആഞ്ഞടിക്കുന്ന ഒരു UDF തരംഗമായിരിക്കും. അതല്ലാതെ ഒരു സാധ്യതയുമില്ല. 1. 2, ഈ പറഞ്ഞതുപോലെ ഈ 67% വരുന്ന ഹിന്ദു വോട്ടുകളിൽ ബഹുഭൂരിഭാഗവും നായർ വോട്ടുകളാണ്. ഈ നായർ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുമ്പിലെ ടാസ്ക്. കാരണം അത് കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു, അത് BJPയിലേക്ക് പോയതാണ്. അത് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം, BJPക്കും അറിയാം. അത് തിരികെ പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കും, എത്രത്തോളം പറ്റും. മുരളീധരൻ വന്നപ്പോൾ 20,000 വോട്ടേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ, അതിൽ കൂടുതൽ പിടിക്കണം.
അത് കൂടുതൽ പിടിക്കാൻ എന്ത് സ്ട്രാറ്റജിയാണുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ BJP കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം, BJP അല്ല RSSൻ്റെ ഏറ്റവും ഗ്രാസ് റൂട്ട് പ്രവർത്തനം നടക്കുന്നൊരു ഏരിയയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിൽ നിയമമണ്ഡലമൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് ഗൃഹസന്ദർശനം മുതൽ അത് BJPക്ക് വോട്ട് ചെയ്യുന്നവരുടെ വീടുകളിൽ മാത്രമല്ല RSS പോകുക, എല്ലാ വീടുകളിലും ചെന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും പണം ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നന്നായിട്ട് പണം ഇറക്കാനും BJP കഴിയുന്നൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടെ ആര് വിജയിക്കും എന്നുള്ളടത്ത്. കാരണം കോൺഗ്രസ് ഒരു വീക്കർ സ്ഥാനാർത്ഥി നിർത്തുക, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിയമം സജ്ജീകരണം നിർത്തി കഴിഞ്ഞാൽ അതെന്തുണ്ടാക്കുന്നത് കോൺഗ്രസിന് മനസ്സിലാവും. അപ്പോൾ കോൺഗ്രസ് അവിടെ ചെയ്യേണ്ടത് BJP ജയിക്കാതിരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി നിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതർവൈസ് ഈ പറയുന്ന പോലെ തരംഗമുണ്ടാവുകയാണ്. ഒരു തരംഗമുണ്ടായി BJPക്കും CPMനും എതിരെ അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ നിർത്തിയാലും ജയിച്ചു പോകുമായിരിക്കും. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ തീരെ പ്രതീക്ഷയില്ലാതെ നമ്മൾ ഒരു വലിയ സ്ഥാനാർത്ഥി നിർത്തി CPMന് ജയിക്കാൻ അവസരം ഒരുക്കണോ എന്നൊന്നും ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം നിയമം എന്ന് പറഞ്ഞാൽ അതൊരു തലസ്ഥാനത്തെ മണ്ഡലമാണ്. എന്ന് വെച്ചാൽ തലസ്ഥാന ഭരണത്തെ നേരിട്ട് കാണുന്ന അനുഭവിക്കുന്ന മനുഷ്യർ, അതൊരു ഭരണസ്ഥിരാകേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ ഈ ഭരണത്തോടുള്ള ആളുകളുടെ സമീപനം പെട്ടെന്ന് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിയമം ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതിനെ എൻഗാഷ് ചെയ്യാൻ വേണമെങ്കിൽ കോൺഗ്രസ് UDFന് ആലോചിക്കാവുന്ന നല്ല കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരികയും ഞങ്ങൾ ഈ ഒരു വലിയ ഫൈറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അത് പൂർണ്ണമായും നമ്മൾ എന്തായാലും തോക്കും, നമ്മൾ എന്തായാലും 3ാം സ്ഥാനത്തായിരിക്കും എന്നുള്ള സമ്പൂർണ്ണ നിരാശ എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അത് ക്യാഷ് ചെയ്യുന്നത് സത്യത്തിൽ BJP ആണ്. അന്നാണ് നമുക്ക് അവിടുത്തെ ഏറ്റവും അവസാനത്തെ വോട്ട് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുക. പക്ഷേ കോൺഗ്രസ് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സാധ്യത തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വീക്കർ കാൻഡിഡേറ്റിനെ നിർത്താൻ നിയമം സജീറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ GV ഹരിയെപ്പോലുള്ള അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം BJPയുമായിട്ട് കോൺഗ്രസ് ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. BJPക്ക് ജയിക്കാൻ മോശം കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുകയാണ് എന്നൊരു നെഗറ്റീവ് കൊണ്ടുവരാൻ CPMന് കഴിയുകയും ചെയ്യും. അത് പാൻ കേരള സ്വഭാവത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് ഒരു ഫൈറ്റ് എടുക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ തലശ്ശേരിയിലും അല്ലെങ്കിൽ ധർമ്മടത്തും എല്ലാം വലിയ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുമെന്ന്. അതേ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഇമ്പോർട്ടൻസോ ധർമ്മടത്ത് ഞങ്ങൾ വലിയ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്ന ആൾക്കാർ നിയമത്തെ ചെറിയ സ്ഥാനാർത്ഥി നിർത്താൻ പാടുണ്ടോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ എടുക്കേണ്ട കാര്യം, അതായത് BJPയോടും CPMനോടും ഞങ്ങൾക്കുള്ള സമീപനം ഏറ്റവും ഷാർപ്പാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ട്. മുരളീധരനില്ല മത്സരിക്കാമെന്ന് പറഞ്ഞു. മുരളീധരനാണ് ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റ്, നല്ല മത്സരം കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ആൾ തരൂരാണ്. തരൂരിന് പക്ഷേ വിജയം പോലും ഉണ്ടാക്കാൻ പറ്റിയേക്കും. കാരണം രാജീവിനെ മറികടക്കാൻ ശേഷിയുള്ള കോൺഗ്രസിലെ ഏറ്റവും വലിയ സ്റ്റാർ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് തരൂരാണ്. തരൂർ എന്ന രാജീവിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടല്ലോ, ഈ പറഞ്ഞ വിദ്യാസമ്പന്നനായിട്ടുള്ള തരൂരെങ്ങാനും വരികയാണെങ്കിൽ നിഷാദേ അത് വൻ മത്സരമായി മാറും. NTR തിരുവനന്തപുരത്തെ സ്വാധീനിക്കാൻ തരൂര് അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ച് വലിയൊരു എനർജിയാണ് ഇപ്പോൾ ഈ സമയത്ത്. കാരണം ഇപ്പോൾ തരൂര് പാർട്ടിയുമായി മെരുങ്ങിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് വിധേയനായിരിക്കുന്നു, അദ്ദേഹം ഈ ക്യാമ്പയിനിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അതൊരു വൺ ട്വിസ്റ്റായി മാറുകയും തന്നെ. അതാണ്. അപ്പോൾ നിയമത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയ സ്ഥാനാർത്ഥിയെ, ഏറ്റവും പവർഫുൾ സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുക എന്നുള്ളതാണ് അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ അതിനകത്ത് BJPയുടെ കോൺഫിഡൻസിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി നിയമം വിചാരിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി RSS മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സംഘവും ഏജൻസിയും ഒക്കെ ഉണ്ട്. അവരാണ് ഈ പണി മുഴുവെടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജോലി മുഴുവൻ മാത്രമല്ല പണവും. അതാണ് എല്ലാ ബൈ ഓൾ മീൻസ് അവരതിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് രാജീവ് കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നിഷാദ്, റിസ്ക് എലമെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹം ഒരു ഏലിയനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയില്ല അങ്ങനെ അധികം. അദ്ദേഹം ബാംഗ്ലൂരുകാരനാണ്, കുറേ ആൾ കേന്ദ്രമന്ത്രിസഭയിലായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് മത്സരിച്ചതിന് ശേഷമാണ് അദ്ദേഹം BJP പ്രസിഡന്റ് ആവുന്നത്. BJP പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും തിരുവനന്തപുരംകാർ നോക്കിയിരിക്കുന്നുണ്ടല്ലോ. തിരുവനന്തപുരംകാർ BJPക്ക് വോട്ട് ചെയ്യുന്നത് BJPയുടെ വർഗീയ പ്രചാരണത്തിനല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ വോട്ടർമാർ BJP വർഗീയതയുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് വോട്ട് ചെയ്ത് കളയാം എന്ന് കരുതി വോട്ട് ചെയ്യുന്നതല്ല. അവർ കുറേ കൂടി ഒരു ഗവൺമെൻറ് സെൻട്രിക് വോട്ടർമാരാണ്. രാജഗോപാലിന് കിട്ടിയ വോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച MLA ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കുമെന്ന് വോട്ടർമാർ വിലയിരുത്തില്ലേ? അദ്ദേഹത്തിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്കുള്ള പെർഫോമൻസ് വോട്ടർമാർ വിലയിരുത്തില്ല എന്നാണ്. അത് ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അതായത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മോദിയെ 40 ദിവസവും കൊണ്ടുവരുന്നൊരു പ്രഖ്യാപിച്ചു. മോദിയെ കൊണ്ടുവന്നു കേട്ടോ. കൊണ്ടുവരുമ്പോൾ മോദി തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് വളരെ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ആ വാർത്ത വന്നതിന് പിന്നിലും BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസാണ്. പക്ഷേ മോദി വന്ന് പ്രസംഗിച്ചു,
അഹമ്മദാബാദ് പോലെ തിരുവനന്തപുരം മാറുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ അദ്ദേഹം ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല. ആദ്യത്തെ നിരാശ അവിടെയാണ് സംഭവിക്കുന്നത്. രണ്ടാമത് തിരുവനന്തപുരത്തിനോ വിഴിഞ്ഞത്തിനോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരവികാസത്തിനോ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. കാരണം നിയമവും കഴക്കൂട്ടവും ഒക്കെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എയിംസ് ഉണ്ടായില്ല. കേരളത്തിൽ എവിടെയൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് ആമ ഗവേഷണ കേന്ദ്രമാണ്. അത് വലിയൊരു ട്രോൾ ചെയ്യപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സത്യത്തിൽ BJPക്ക് ഭരണത്തിൻ്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളുടെ ഡിവിഡൻഡ് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നൊരു നിരാശ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ് എന്നതുകൂടി കാണേണ്ട കാര്യമാണ്. അപ്പോൾ അത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അത് ഓഡിറ്റ് ചെയ്യാൻ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടാൽ ആ നിലയ്ക്കുള്ള റിസ്ക് സത്യമായിട്ടും രാജീവിൻ്റെ മുമ്പിലുണ്ട്. ഇതിനകത്ത് കീ ഫാക്ടർ ഇവിടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് കീ ഫാക്ടർ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെയുള്ള റിസ്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വീക്കാണെങ്കിൽ ഉറപ്പായിട്ടും അത് BJPക്ക് അനുകൂലമായിട്ട് വരും. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും രാജീവ് അല്ല ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് വരും. അവിടെ ചെയ്യേണ്ടത് കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥി നിർത്തി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ ഇലക്ഷനിൽ അവർക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് അവിടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി അവർക്ക് അവിടെ ജയിക്കാവുന്ന രീതിയിൽ അത് മാറ്റാൻ കഴിയും. ആ വോട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുള്ള ഉദാഹരണമാണ് മുരളീധരൻ വന്നപ്പോൾ 20,000 വോട്ട് കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു വീക്ക സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ BJPയുടെ വിജയം ഉറപ്പാണെന്നാണ് പറയാനുള്ളത്. അല്ല, ഇതിനകത്തൊരു കാര്യം കൂടിയില്ല. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2014 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ബൂമിനെ മാറ്റി നിർത്തിയാൽ അതിന് മുമ്പേ BJPയോടുള്ള അനുഭാവം പ്രകടമാക്കിയിട്ടുള്ള ഗ്രാജുവൽ ഗ്രോത്ത്, കറക്റ്റ് സ്റ്റഡി ഗ്രോത്ത് പ്രകടമാക്കിയിട്ടുള്ള സ്ഥലമാണ് നേമം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ വേരെന്ന് പറയുന്ന സംഗതി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പറിക്കാൻ എളുപ്പമായിരിക്കില്ല. ഇല്ല, 2006 മലയൻകീഴ് ഗോപാലകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 2006 അദ്ദേഹത്തിന് 5000 വോട്ടോ മറ്റാണ് കിട്ടിയത്. അങ്ങനെ വലിയ ഗ്രാജുവൽ ഗ്രോത്ത് അവിടെ ഇല്ല. 5000 വോട്ട് എന്ന് പറഞ്ഞാൽ BJPക്ക് 140 മണ്ഡലങ്ങളിലും ശരാശരി കിട്ടുന്ന വോട്ടാണ്. BJP ഏറ്റവും ദുർബലമായ സീറ്റുകളിൽ പോലും കിട്ടുന്ന വോട്ടാണ് ഈ 5000, 6000 വോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് അല്ല ഉണ്ടായത്, വളരെ പൊടുന്നനെയുള്ള ഗ്രോത്താണ് ഉണ്ടായത്. അത് പ്രത്യേകിച്ചും അത് ദൃശ്യമാകുന്നത് 2011 ശേഷമാണ്, ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമാണ്. ആ മണ്ഡല പുനർനിർണ്ണയം കരുതി കൂട്ടി ചെയ്താവാൻ വഴിയില്ല. BJP ജയിച്ചോട്ടെ എന്ന് കരുതി ആ പുനർനിർണ്ണയത്തിൽ ചെയ്താവാൻ വഴിയില്ല. പക്ഷേ അത് സംഭവിച്ചു. കാരണം കാട്ടാക്കടയുടെ ഭാഗമായിരുന്ന ഇപ്പോൾ കാട്ടാക്കടയുടെ ഭാഗമായ സാധനങ്ങൾ കാട്ടാക്കടയിലേക്ക് പോയതോടുകൂടി ഈ കോർപ്പറേഷൻ വാർഡ് മാത്രമായതോടുകൂടിയാണത് ഒരു BJPക്ക് അനുകൂലമായി മാറിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഒരു സമീപനം ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ചിന്ത ഏത് വഴിക്കുമെന്ന് പോകുന്നത് തോന്നുന്നു. അവിടുത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റി പ്രധാനമായും ലത്തീൻ സമുദായമാണ്. അപ്പോൾ ലത്തീൻ സമുദായം ഒരു BJP അനുകൂല സമുദായമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അവൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും BJP അനുകൂല സമുദായമല്ല. ഈ ന്യൂനപക്ഷങ്ങൾ വോട്ട് കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് അവിടെ LDF ജയിച്ചു പോകുന്നത്. ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ്. അതല്ലാതെ ഈ പറയുന്ന ബാക്കി വോട്ട്, ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ, നായർ വോട്ടുകൾ BJPയിലും കോൺഗ്രസിലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കോൺഗ്രസിൻ്റെ ആ നായർ വോട്ടുകൾ കൂടുതലും BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെയുള്ളത് ഈഴ വോട്ടുകളാണ്. ഈഴ വോട്ടുകൾ നായർ വോട്ടുകളേക്കാൾ കുറഞ്ഞൊരു മണ്ഡലം കൂടിയാണ് നേമം. സാധാരണ ഈഴ വോട്ടുകളാണ് സാധാരണ ഒരു മണ്ഡലങ്ങളിൽ കൂടുതലുണ്ടാവുക. പക്ഷേ ഇവിടെ അത് നായർ വോട്ടുകൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഈഴ വോട്ടുകൾ ബഹുഭൂരിഭാഗവും CPMൻ്റെ വോട്ടുകളാണെന്നാണല്ലോ ഇപ്പോൾ. പക്ഷേ അതും BJPക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അടി കിട്ടുന്നത്. ആരായിരിക്കും സ്ഥാനാർത്ഥി ചോദിക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു പേര് ശബരിനാഥൻ്റെ പേരാണ്. അത് തീരുമാനിച്ചിട്ടൊന്നുമില്ല ശബരിനാഥൻ്റെ പേര്, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ശബരിനാഥൻ എനിക്ക് തോന്നുന്നു ആ നിലയ്ക്ക് തെറ്റില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. നല്ല കാരണം എന്തറിയാമോ? കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. നേരത്തെ ഉണ്ടായിരുന്ന ഇരട്ടിയിലേക്ക് ഉയർന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ തിരുവനന്തപുരത്തെ മനുഷ്യരെ വാല്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നിയമത്തെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആണ് ഇദ്ദേഹം തോന്നുന്നു, അല്ലേ? പക്ഷേ ഈ നേമത്തെ കോർപ്പറേഷൻ വാർഡുകളിൽ BJPക്കാണ് മുൻതൂക്കം. നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം. അവിടെ ശബരിനാഥന് കാര്യമായിട്ട് പെനിട്രേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ കോർപ്പറേഷൻ ആവശ്യമുണ്ട്. എൻ്റെ കോർപ്പറേഷൻ എടുത്ത് നോക്കുമ്പോൾ ശബരിനാഥന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാലും നേമത്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേമത്തെ എനിക്ക് തോന്നുന്ന കുറേ കൂടി പോപ്പുലറായിട്ടുള്ള, ശബരിനാഥൻ പോപ്പുലറാണ് അല്ല എന്നല്ല, കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ മുരളീധരനെ പോലെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നമ്മൾ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നിയമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരാൻ പോകുന്നത് UDF അവിടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു. അവരുടെ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മാത്രമേ അവിടെ ഒരു പോരാട്ടം ഉണ്ടാക്കാൻ കഴിയൂ. ഒരുപക്ഷെ വിജയം പോലും കോൺഗ്രസിന് കൊതിക്കാവുന്നതാണ്, അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം നിയമം ഒരു തവണ BJP അക്കൗണ്ട് തുറന്നതിൻ്റെ പേരിൽ വലിയ രാഷ്ട്രീയ യുദ്ധം നടന്നതിൻ്റെ ഓർമ്മ നമുക്കുണ്ട്. അപ്പോൾ അതിന് മറിച്ച് സംഭവിച്ചാൽ ഈ രണ്ട് മുന്നണികളും പേ ചെയ്യേണ്ടി വരും. സോ അതിനകത്ത് സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നത് വരെ കാത്തിരിക്കണം ഒരുപക്ഷെ അടുത്ത വിശകലനത്തിലേക്ക് പോകാൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മണ്ഡലമായിട്ട് അടുത്ത എപ്പിസോഡിലിരിക്കാം. ഇപ്പോൾ ശരി.